നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ഒരു വീട്ടിൽ കിണർ പുനർനിർമ്മിക്കുന്നതിനിടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തകിടുകളും രൂപങ്ങളും കണ്ടെത്തി. ഇളമ്പച്ചി തെക്കുംപാട് വടക്കേപ്പുരയിൽ തറവാട്ടിലെ പഴയ കിണർ പുതുക്കിയപ്പോഴാണ് ലോഹപ്പെട്ടി കണ്ടെത്തിയത്. കിണറിന്റെ അടിഭാഗത്തെ നെല്ലിപ്പലകയിൽ ഉറപ്പിച്ച നിലയിലായിരുന്നു പെട്ടി. ഇതിനുള്ളിൽ ഒരു ആൾരൂപം, ആമയുടെ ആകൃതിയിലുള്ള 2 രൂപങ്ങൾ, ഒരു നേർത്ത സ്വർണ്ണ തകിട് എന്നിവ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇവയ്ക്ക് 200 വർഷത്തെ പഴക്കമുണ്ടാകുമെന്നാണ് നിഗമനം. തറവാട്ടിലെ കാരണവന്മാർ ചിലപ്പോൾ സ്ഥാപിച്ചതായിരിക്കാമെന്നും കരുതുന്നു. പണ്ട് പ്രധാന നിർമ്മിതികൾ ആരംഭിക്കുമ്പോൾ അതിൽ സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന ഒരു പതിവുണ്ട്. കിണറിന്റെ അടിഭാഗത്തെ നെല്ലിപ്പലകയിൽ ഉറപ്പിച്ച നിലയിലായിരുന്നു ലോഹപ്പെട്ടി. കിണർ പണിക്കാർ പഴയ കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് മാറ്റിയ നെല്ലിപ്പലകയുടെ അവശിഷ്ടങ്ങൾ പിന്നീട് തറവാട്ടുകാർ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ അപൂർവ പെട്ടി ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടിക്കുള്ളിൽ ഒരു ആൾരൂപം, ആമയുടെ ആകൃതിയിലുള്ള 2 രൂപങ്ങൾ, ഒരു നേർത്ത സ്വർണ്ണ തകിട് എന്നിവയാണ് ഉണ്ടായിരുന്നത്. വസ്തുക്കൾക്ക് ചുരുങ്ങിയത് 200 വർഷത്തെയെങ്കിലും പഴക്കമുണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തറവാട്ടിലെ കാരണവന്മാർ ആരെങ്കിലും പ്രത്യേക താന്ത്രിക ആചാരപരമായ ഉദ്ദേശത്തോടെ കിണറിന്റെ അടിത്തറയിൽ സ്ഥാപിച്ചതാകാം ഇതെന്ന് കരുതപ്പെടുന്നു. പണ്ടുകാലത്ത് പ്രധാന നിർമ്മിതികൾ ആരംഭിക്കുമ്പോൾ അതിൻ്റെ അടിത്തറയിൽ സ്വർണവും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും നിക്ഷേപിക്കുന്ന രീതി നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭിച്ച രൂപങ്ങൾ അത്തരത്തിലുള്ളതാണോ അതോ മറ്റെന്തെങ്കിലും പ്രത്യേക പ്രാധാന്യമുള്ളതാണോ എന്നും വ്യക്തമായിട്ടില്ല. ഏതായാലും ഈ അപൂർവമായി ലഭിച്ച ഈ പുരാതന വസ്തുക്കൾ തറവാട്ടിൽ തന്നെ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാനാണ് തറവാട്ട് അംഗങ്ങളുടെ തീരുമാനം. ഏതായാലും ഇനി കൂടുതൽ പരിശോധനകൾ ഇതിൽ നടത്തുമോ എന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല.